രഞ്ജിത്ത്, ഇതിലിപ്പോൾ CP ജോൺ പറഞ്ഞതിനെ അതേ മന്ത്രിസഭയിലുള്ള കെ മുരളീധരൻ തന്നെ തള്ളിക്കളയുകയാണ്. മന്ത്രിയുടെ പ്രസ്താവനയോട്, ഗതാഗത മന്ത്രി പ്രസ്താവനയോട് എന്തായാലും വലിയ രീതിയിൽ ഭരണപക്ഷത്ത് തന്നെ വിയോജിപ്പുണ്ടല്ലേ? വിനിത, CP ജോൺ പറഞ്ഞതിനെ അതേ അർത്ഥത്തിലും അതേ വാക്കുകളിലും ഉൾക്കൊള്ളാൻ ഒരു കോൺഗ്രസ് നേതാവും ഇതുവരെ തയ്യാറായിട്ടില്ല. ദീപ്തി മേരി വർഗീസ് ആണ് അതിനെ ന്യായീകരിച്ച് രംഗത്ത് വന്നത്. പക്ഷെ അവർ പോലും മന്ത്രി പറഞ്ഞതിനെ വ്യാഖ്യാനിച്ച് ന്യായീകരിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. മന്ത്രി അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ദീപ്തി മേരി വർഗീസ് പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം, മന്ത്രിയുടെ വാക്കുകളിൽ വളരെ കൃത്യമായി സ്ത്രീകൾക്ക് മുഴുവനായി അവരുടെ അവകാശമായി സർക്കാർ അനുവദിച്ചു കൊടുത്ത ഒരു സൗജന്യത്തെ ചിലർ ദുരുപയോഗം ചെയ്യുന്നു, അതിനെ കാറ്റഗറൈസ് ചെയ്ത് അനർഹരായവർ ഉപയോഗിക്കുന്നു എന്ന അർത്ഥത്തിലാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. ആ അർത്ഥത്തിൽ അതിനെ ഉൾക്കൊള്ളാൻ ആരും തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, കെ മുരളീധരൻ അതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നുണ്ട്. സ്ത്രീകളുടെ സൗജന്യ യാത്ര എന്ന് പറയുന്ന അവരുടെ അവകാശമായി സർക്കാർ അനുവദിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അതിലൊരു കാറ്റഗറിയും ഒരു വിഭാഗത്തെയും മാറ്റി നിർത്താൻ തീരുമാനിച്ചിട്ടില്ല. എല്ലാ സ്ത്രീകൾക്കുമായിട്ടാണ് അത് തുറന്നു കൊടുത്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അത് അവരുടെ അവകാശമാണ്. അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികളിൽ കൊടുക്കുന്ന സർവീസും അത് പൂർണ്ണമായും അവരുടെ അവകാശം എന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അതിലേതെങ്കിലും തരത്തിലുള്ള സർക്കാരിന്റെ ഔദാര്യം അതാരെങ്കിലും അനർഹമായി കൈപ്പറ്റുന്നു എന്ന രീതിയിലുള്ള CP ജോണിന്റെ പ്രഖ്യാപനത്തെ തള്ളിക്കളയുകയാണ്. മന്ത്രി അനിൽകുമാറിന്റെ വാക്കുകളിലാണെങ്കിലും സ്ത്രീകളോട് കയറണ്ട എന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പൂർണ്ണ അർത്ഥത്തിൽ CP ജോൺ പറഞ്ഞതിനെ, അതായത് സ്ത്രീകളിൽ ചില അനർഹരായ ആളുകൾ ഈ സൗജന്യ യാത്ര കൈപ്പറ്റി അനർഹരായ ആളുകൾ അതിന് ഔദാര്യം പറ്റുന്നു എന്ന അർത്ഥത്തിലുള്ള പ്രസ്താവനയെ അനിൽകുമാറും തള്ളിക്കളയുകയാണ്, അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നില്ല. ദീപ്തി മേരി വർഗീസ് മാത്രമാണ് അല്പമെങ്കിലും അവരുടെ ഭാഷയിൽ അതിനെ വ്യാഖ്യാനിച്ച് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. ശരി, മന്ത്രി പറഞ്ഞത് ആ അർത്ഥത്തിലല്ല എന്നുള്ളതാണ് ദീപ്തിയുടെ ന്യായം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.